സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്താലോ. നല്ല ഫുഡി ആയിട്ടുള്ള നിങ്ങള് അടുത്തൊരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കേട്ട് അവിടെ എത്തുന്നു. അപ്പൊ പല വെറൈറ്റിയില് ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ട് എന്നാ പിന്നെ ഒന്ന് കയറി നോക്കിയാലോ എന്ന് വെച്ച് കയറുന്നു. കയറിയതും തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഡിസ്പ്ലേയില് പലതരം ബിരിയാണി, ലൈക്ക് കോഴിക്കോട് ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ആമ്പൂർ ബിരിയാണി, തലപ്പക്കട്ടി ബിരിയാണി, ഹൈദരാബാദി, അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഐറ്റംസ് വെച്ചിരിക്കുന്നു. കാണാൻ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആണ്. ഒപ്പം കട ഫുള്ള് നല്ല ബിരിയാണി മണവും ഉണ്ട്. എന്നാ പിന്നെ ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് ഉള്ളിൽ കയറി ഇരുന്ന് ഓർഡർ കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ഓണർ വന്നിട്ട് പറയാണ്, എല്ലാ വെറൈറ്റിയിലും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ തരാമെന്ന്. ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് എന്ന് കമന്റ്സിൽ അറിയിക്കുക. ഇതുപോലെ ഒരു സിമിലർ സിറ്റുവേഷനിലൂടെ എനിക്ക് പോകേണ്ടി വന്നത് ഒരു ബുക്ക് വായിച്ചപ്പോഴാണ്. ആ ബുക്ക് ഏതാണെന്നും അതിന്റെ റിവ്യൂവും മൈ തോട്ട്സ് ആഫ്റ്റർ റീഡിംഗ് ദിസ് ബുക്ക്, വിൽ ഐ റെക്കമെൻഡ് ദിസ് ബുക്ക്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പലതരം ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളം മാത്രം തന്ന ബുക്കാണ് കൊളിൻ ഹൂവർ ആൻഡ് ടാരൻ ഫിഷർ കോ ഓതർ ചെയ്ത നെവർ നെവർ എന്ന ബുക്ക്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനൊരു കൊളിൻ ഹൂവർ ഫാൻ ആണ്. ഓതറിന്റെ കുറെ ബുക്സ് അടുപ്പിച്ച് വായിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇടാമെന്ന് വെച്ച് കുറച്ച് ബ്രേക്ക് എടുത്ത ശേഷം വായിക്കാൻ എടുത്ത ബുക്കാണ് നെവർ നെവർ. ലൈബ്രറിയിൽ കണ്ടു, എന്നാ പിന്നെ വായിച്ചേക്കാം എന്ന് വെച്ചെടുത്തു. റിവ്യൂസോ റേറ്റിംഗ്സോ ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല. ഫസ്റ്റ് പേജ് ഓൺവേർഡ്സ് ഫുൾ സസ്പെൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല, സ്റ്റോപ്പ് ചെയ്യാനേ തോന്നിയില്ല. 350+ പേജസ് ഉള്ള ബുക്കാണ്, പക്ഷെ പേജസ് ഓരോന്നും വായിച്ച് തീരുന്നതേ അറിഞ്ഞില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ബുക്കിൽ 3 പാർട്സ് ഉണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 അൺസ്റ്റോപ്പബിൾ റീഡ് ആണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ പാർട്ട് 3യുടെ ലാസ്റ്റ് ആവുമ്പോഴേക്കും ഫുൾ അലമ്പാക്കി എന്ന് തന്നെ പറയാം. ബിരിയാണി പ്രതീക്ഷിച്ച് പോയ എനിക്ക് ജസ്റ്റ് വെള്ളം മാത്രമേ കിട്ടിയുള്ളൂ. ഐ വാസ് സോ ഡിസപ്പോയിന്റഡ്. ശരി, ഇനി ഈ ബുക്കിന്റെ പ്ലസസ് ആൻഡ് മൈനസസ് ഒക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് ഞാൻ ഷെയർ ചെയ്യാം. സോ വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. പ്ലസസ് ഓഫ് നെവർ നെവർ. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് നോവലാണ് നെവർ നെവർ. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഒക്കെ വായിച്ച് തീരുന്നതേ അറിയില്ല. ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നല്ലൊരു ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു വായിക്കാനായിട്ട്. സ്റ്റോറി പ്ലോട്ടും ഡിഫറെന്റ് ആയിരുന്നു, അതും എനിക്ക് ഇഷ്ടമായി. തുടക്കത്തില് നോട്ട് ക്ലൈമാക്സ്. ഇനി ഈ ബുക്കിന്റെ മൈനസസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. വ്യത്യസ്തമായ കഥയും പ്ലോട്ടും ഒക്കെ കൊണ്ടുവന്ന ഓതേഴ്സിന് അത് എങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് എൻഡ് ചെയ്യിപ്പിക്കണം എന്നറിയാതെ പെട്ടെന്ന് എന്തോ ഒരു റീസൺ ചുമ്മാ ഉണ്ടാക്കി കഥ അവസാനിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ്. അതുകൂടാതെ കുറച്ചൊക്കെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. റീഡേഴ്സിനെ ജസ്റ്റ് കുറച്ചങ്ങ് കുഴപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയിൽ കുറച്ച് ഭാഗങ്ങൾ ഓപ്പൺ എൻഡഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് നോക്കാം. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്ന ഇപ്പോൾ ലവേഴ്സ് ആയ ചാർലി ആൻഡ് സൈലസ് ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ബട്ട് പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ഓർമ്മ രണ്ടുപേർക്കും ഒരേപോലെ നഷ്ടപ്പെടും. അവർ ആരാണെന്നോ ഇപ്പൊ എവിടെയാണെന്നോ ഫ്രണ്ട്സ് ആരാണെന്നോ വീട് എവിടെയാണെന്നോ ഒന്നും അറിയില്ല. അവരുടെ കയ്യിലുള്ള ഫോണും അതിലെ മെസ്സേജസും കോണ്ടാക്ട്സും ഒക്കെ ക്ലൂസ് ആക്കി വെച്ചിട്ട് അവർ ആരാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് കഥ. ഈ ഓർമ്മ നഷ്ടപ്പെടുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ വീണ്ടും വീണ്ടും വരും. അങ്ങനെ ആരാണ് ശരിക്കും ഈ ചാർലി ആൻഡ് സൈലസ്? എന്തുകൊണ്ടാണ് അവരുടെ ഓർമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടുന്നത്? പലതരം ക്ലൂസ് ഒക്കെ വെച്ച് ചാർലിയും സൈലസും ഇതിന്റെ പിന്നിലെ സീക്രട്സ് ഒക്കെ കണ്ടെത്തുമോ? ഇതൊക്കെയാണ് നെവർ നെവർ എന്ന ബുക്കിന്റെ സ്റ്റോറി വിത്തൗട്ട് സ്പോയിലേഴ്സ്. വിൽ ഐ റെക്കമെൻഡ് ദിസ് ബുക്ക്? ഞാൻ ഈ കാര്യത്തിൽ ഇത്തിരി ഡബിൾ മൈൻഡഡ് ആണ്. എനിക്ക് കഥയുടെ വ്യത്യസ്തതയും ത്രില്ലും ഒക്കെ നല്ലപോലെ ഇഷ്ടമായെങ്കിലും എന്തെങ്കിലും അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനായി പറയുന്ന റീസൺ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. സോ എൻഡിങ് വാസ് ഡിസപ്പോയിന്റിങ്. ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, ചിലർക്കൊക്കെ അത് ഇഷ്ടമായിട്ടുണ്ട്. റീഡിംഗ് എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് ഞാനൊരു പാർഷ്യൽ റെക്കമെൻഡേഷൻ തരാം ഈ ഒരു ബുക്കിന്. നോട്ട് എ മസ്റ്റ് റീഡ്. കൊലിൻ ഹൂവറിന്റെ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള 14 ബുക്സും റാങ്ക് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കൊലിൻ ഹൂവർ ബുക്സ് ട്രൈ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.